നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. രഞ്ജിത്ത് രാജിവെക്കുമോ? ഇന്നത്തെ പ്രശ്നമാണ്. രഞ്ജിത്ത് രാജിവെച്ചാൽ എന്നാ, രാജിവെച്ചില്ലെന്നാ, നമുക്കെന്നാ ചെയ്തത് അല്ലേ? ഉരുളക്കിഴങ്ങിന് വില കുറയുമോ? കറണ്ട് ചാർജ് കുറഞ്ഞു കിട്ടുമോ? വെള്ളക്കരം കൂട്ടിയത് കുറയുമോ? പെട്രോളിൻ്റെ വില കുറയുമോ? ഗ്യാസിൻ്റെ വില കുറയുമോ? ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് ജീവിത ചെലവുകൾ കുറയുമോ? കറണ്ട് ചാർജിനെ കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ. റേഷൻ കടയിലെ പുഴുക്കലരി മാറി കുത്തരി വരുമോ? പഞ്ചസാരയുടെ വില, ഇതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്. GST 18 9 ആകുമോ 12 ആകുമോ? ഇങ്ങനെയുള്ള 100 കൂട്ടം ചിന്തകളുമായി നടക്കുന്ന സാമാന്യ മനുഷ്യനോട് ചോദിക്കുകയാണ്, രഞ്ജിത്ത് രാജിവെക്കുമോ? രഞ്ജിത്ത് രാജിവെച്ചാൽ എന്നാ, രാജിവെച്ചില്ല ഞങ്ങൾക്ക് എന്നാ ചെയ്യണം? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്നാ കോൺഗ്രസേ എന്ന് പണ്ട് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ പുതിയ വിവാദമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ? അപ്പോൾ സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ ചുറ്റുപാടുകളിലൂടെ ജീവിക്കുന്നവർ, നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ ഒക്കെ നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാറുള്ളവരാണ് നമ്മൾ അല്ലേ? അതുമായിട്ട് നമ്മളൊന്ന് താരതമ്യം പ്രാപിക്കുകയും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് മലയാളിയുടെ ഒരു സാമാന്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നു, രഞ്ജിത്ത് രാജിവെക്കില്ല. രഞ്ജിത്ത് രാജിവെക്കില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞു. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞ ആരാണ്? രഞ്ജിത്തിൻ്റെ കൂടെയുള്ളവരാണ്. അതായത് ജനറൽ കൗൺസിൽ മെമ്പേഴ്സാണ്. ചലച്ചിത്ര അക്കാദമിക്ക് ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. ആ ജനറൽ കൗൺസിൽ മെമ്പർമാർക്ക് ഒരു വിലയും നൽകാതെ ഇപ്പോൾ IFFK എന്ന് പറയുന്ന നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവം നടന്നു തിരുവനന്തപുരത്ത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചലച്ചിത്രോത്സവത്തിൽ അദ്ദേഹത്തിന് പ്രേക്ഷകർ അദ്ദേഹത്തെ കൂകി. ആരെയാ? രഞ്ജിത്തിന്. നിർഭാഗ്യവശാൽ ഇന്നലെ അദ്ദേഹത്തിന് കൂകി. അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പ്രേക്ഷക സമൂഹം കൂകി വിളിക്കുകയാണ്. ആ ഒരവസ്ഥ വളരെ വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. കാരണം ചലച്ചിത്ര അക്കാദമി ചെയർമാനെയാണ് കൂകുന്നത്. രഞ്ജിത്ത് വ്യക്തിപരമായി നമുക്കറിയാം, മലയാള സിനിമയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. 1964 ജനിച്ചതാണ് അദ്ദേഹം. ഒട്ടേറെ നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ നല്ലത് മാത്രം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന, ശഠിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. പക്ഷെ കലാകാരൻ തെറ്റുകളും ചെയ്യാറുണ്ട്. നല്ലതും ശരിയും തെറ്റും ഒരു കലാകാരന് വ്യക്തി എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തന്നെ കലാകാരനുമുണ്ട്. വ്യക്തിപരമായി നന്മകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നിഷ്ടവും തൻ്റെ ഇടവും അല്ലെങ്കിൽ അപ്രമാദിത്വം ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മോശമാകുമ്പോൾ ചുറ്റുപാടുള്ളവരും അദ്ദേഹത്തിനോടൊപ്പം വർത്തിക്കുന്നവരുമൊക്കെ അസ്വസ്ഥരാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തലക്കനം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായാൽ പിന്നെ അദ്ദേഹം പഴയ രഞ്ജിത്തല്ല. അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായും ശാരീരികമായും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ഡോക്ടർ ബിജുവിനെ കുറിച്ച് അദ്ദേഹം മോശപ്പെട്ട പരാമർശം നടത്തി. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം എന്താണ്? ഞാൻ വ്യക്തിപരമായി എൻ്റെ കാഷ്വൽ ടോക്കിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഫ്ലോറിലിരുന്നോ ഓഫീസിലിരുന്നോ അല്ല സംസാരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം എവിടെ ഇരുന്നാലും അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്താണ്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ജഡ്ജി എവിടെ ഇരുന്നാലും അത് കോടതിയാണ് എന്ന് പറയാറില്ലേ? അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിവാദം നമുക്കറിയാം. ശ്രീ വിനയനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ മോശപ്പെട്ട സിനിമകളാണ്, അതൊന്നും ഇവിടെ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക, താനാണല്ല, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞതുപോലെ ഞാനാണല്ല എന്ന് പറഞ്ഞ അഹന്ത അദ്ദേഹത്തിന് നിഴലിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങളുണ്ടായി. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തിന് സൈഡ് നിന്നു. അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു. രഞ്ജിത്ത് ഒരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരൻ എന്നുള്ളതല്ല പ്രശ്നം, അതിനപ്പുറം അദ്ദേഹം ഒരു നല്ല ക്രാഫ്റ്റ്മാനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്, നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അത് മാത്രമല്ല നല്ല അഭിനേതാവാണ് അല്ലേ? അയ്യപ്പനും കോശി എന്ന സിനിമയിലെ കോശിയുടെ പിതാവിൻ്റെ റോള് മലയാളിക്ക് മറക്കാനാവില്ല. അന്ന് വരെ കാണാത്ത ഒരു വ്യത്യസ്ത കഥാപാത്രത്തെ വളരെ എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു കഥാപാത്രമാണ്.
അപ്പോൾ നല്ല അഭിനയ നേതാവ് കൂടിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ശരികൾ മാത്രം ചെയ്യണം എന്ന് ശഠിക്കുന്ന നമ്മളാ കുഴപ്പക്കാരെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നൽകിയ സിനിമകളൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ നല്ല സിനിമകൾ, ദേവാസുരം പോലെയുള്ള സിനിമകൾ, നന്ദനം, പൃഥ്വിരാജ് എൻട്രി ആകുന്ന സിനിമയാണ് നന്ദനം. എത്രയോ നല്ല സിനിമകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജനറൽ കൗൺസിൽ മെമ്പർ പറയുകയാണ്, അദ്ദേഹം ഇപ്പോഴും ഈ ഒരു മനയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഷൂട്ട് നടന്ന വാരിക്കശ്ശേരി മനയിൽ നിന്ന് അദ്ദേഹം ഇതുവരെ മുക്തനായിട്ടല്ല. അവിടുത്തെ ഒരു നീലകണ്ഠൻ്റെ എല്ലാ ചേഷ്ടകളും അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മെമ്പർമാരോട്, കമ്മിറ്റി മെമ്പർമാരുടെ പെരുമാറ്റം ധാർഷ്ട്യത്തോടെയാണ്, അഹങ്കാരത്തോടെയാണ്. അത് ഗവൺമെൻറ്റിനെതിരായൊരു വികാരമായി മാറുന്നു. മറ്റുള്ളവരെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ തുല്യ പരിഗണന ലഭിക്കുന്നില്ല. പത്രസമ്മേളനം പോലും നടത്തുമ്പോൾ എല്ലാം ഞാനാണിത് ചെയ്യുന്നത്, എല്ലാം ഞാൻ എന്ന ഭാവമാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു റോളുമില്ല, ഒരു ഏകാധിപതിയുടെ പ്രവണതയാണ് അദ്ദേഹത്തിൽ നിഴലിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപം. അതുകൊണ്ട് അവർ കൾച്ചറൽ സെക്രട്ടറിക്കും ഒക്കെ അവർ പരാതി നൽകിയിട്ടുണ്ട്, മിനിസ്റ്റർക്കും ഒക്കെ. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല. ജനറൽ കൗൺസിൽ 15 അംഗങ്ങളിൽ 9 പേര് അദ്ദേഹത്തിന് എതിരായിട്ട്, ഇപ്പോൾ കുക്കു പരമേശ്വരൻ വരെ അദ്ദേഹത്തിനെതിരാണ്. ഓൺലൈനിൽ പങ്കെടുത്ത 3 പേരുണ്ട്. അങ്ങനെ 6 പേര് നേരിട്ടും 3 പേര് ഓൺലൈനിലും പങ്കെടുത്തു. അങ്ങനെ 9 പേര് ഇദ്ദേഹത്തിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കുകയോ അദ്ദേഹം തിരുത്തുകയോ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അദ്ദേഹം തിരുത്തുവാനും പോകുന്നില്ല, അദ്ദേഹം ഒട്ട് രാജിവെക്കാനും പോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി അറിയാവുന്നവർക്കറിയാം, ഒന്നിനും താന്നു കൊടുക്കുന്ന രീതിക്കാരനല്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന ആളാണ്, നമ്മളെല്ലാവരും. കാരണം അദ്ദേഹം നൽകിയ സിനിമകൾ നമുക്കൊരിക്കലും, മലയാളിക്ക് ഒരിക്കലും മറക്കാനാവില്ല. നമുക്ക് നല്ല സന്ദേശങ്ങൾ നൽകിയ ഒട്ടേറെ സിനിമകളുണ്ട്. പ്രാഞ്ചിയേട്ടനായാലും നമ്മൾ ഏത് സിനിമ എടുത്താലും അദ്ദേഹം ചെയ്ത ഒരു സിനിമ എന്ന മാധ്യമത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവന. ഇപ്പോൾ തൂവാനത്തുമ്പി, പത്മരാജനെ പോലെയുള്ള, നമുക്കറിയാം പത്മരാജൻ, ഭരതൻ, കെ ജി ജോർജ്, ഇതൊക്കെ മലയാള സിനിമയെ ലോകോത്തര സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ സംവിധായകരാണ്. പത്മരാജനെ പോലും അദ്ദേഹം തൂവാനത്തുമ്പിയിൽ ശ്രീ മോഹൻലാലിൻ്റെ അഭിനയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ലാങ്, തൃശ്ശൂർ ഭാഷ ശരിയായില്ല എന്നൊക്കെ അദ്ദേഹം വിമർശിക്കാറുണ്ട്. വിമർശനം നല്ലതാണ്. വിമർശനങ്ങൾ ഉയരങ്ങൾ താണ്ടുവാൻ മാത്രമേ നമ്മളെ സഹായിക്കണം. മറിച്ച് അത് നമ്മളെ തളർത്താൻ പാടില്ല. ആരും വിമർശനത്തിന് അതീതരല്ല, ഞാൻ ഉൾപ്പെടുന്നവരല്ല. വിമർശനം നമ്മൾക്ക് എപ്പോഴും നല്ലതാണ്. വിമർശനത്തെ വിമർശനമായി കാണുകയും അതിനെ നമ്മളെപ്പോഴും ഒരു സഹന ശക്തിയോടുകൂടി അതിനെ വീക്ഷിക്കുകയും തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തിരുത്തുവാനുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തിരുത്തുന്ന ആളല്ല രഞ്ജിത്ത്. അദ്ദേഹം ശാരീരികമായിട്ടൊക്കെ മാനസികമായിട്ടൊക്കെ അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ രാജിവെക്കും എന്ന് ഞാനും കരുതുന്നില്ല. രാജിവെക്കാൻ ഗവൺമെൻറ്റോ, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞു, അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, രാജിവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ തന്നെ നമുക്കറിയാം, രാജി എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാനും അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ രഞ്ജിത്ത് രാജിവെക്കുകയുമില്ല സ്വയമേ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, 2 രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദിയിൽ പ്രേക്ഷക സമൂഹം അദ്ദേഹത്തെ കൂകി. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തെ നന്നായി കൂകി, ഇന്നലെ അതിമനോഹരമായി വീണ്ടും കൂകി. അപ്പോൾ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ അരിഷ്ടനാണ് എന്ന് പ്രേക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു തങ്ങളുടെ കൂവലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ SFIക്കാരനായിരുന്നു, ഇതിനേക്കാളൊക്കെ എത്രയും വലിയ കൂച്ച കേട്ടയാളാണ്, അതുകൊണ്ട് ഞാൻ തീയിൽ കുരുത്തതാണ് വെയിലത്തൊന്നും വാടുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ മനോഹരമായി കൂകി. ഇന്നലെ അദ്ദേഹത്തിന് കൂവൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊന്നും കണ്ട് അദ്ദേഹം തളരുന്ന മനുഷ്യനല്ല, ഇനി എത്ര വേണമെങ്കിലും കൂവിക്കൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം രാജിവെക്കാതിരിക്കുമോ ഒക്കെ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹാംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് മേൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും അതേ അഭിപ്രായമാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹം രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം ചെയ്ത സംഭാവനകളോ അദ്ദേഹം നമുക്ക് നൽകിയ നന്മകളോ നല്ല സിനിമകളെ കുറിച്ചൊക്കെ എല്ലാ നന്ദിയും അദ്ദേഹത്തോട് നമുക്കെല്ലാവർക്കുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ആ പ്രതിഭയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം തിരുത്തണം, മാന്യമായ രീതിയിൽ അദ്ദേഹം പെരുമാറണം. മറ്റുള്ളവരെ സംസാര രീതി, നമ്മുടെ സംസാര രീതികളും നമ്മുടെ നയപരമായ പെരുമാറ്റവുമാണ് മറ്റുള്ളവർക്ക് നമുക്ക് അനിഷ്ടവും ഇഷ്ടവും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ധാർഷ്ട്യത്തോടാകാൻ പാടില്ല, അഹങ്കാരത്തോടാകാൻ പാടില്ല, തന്നിഷ്ടത്തോടാകാൻ പാടില്ല. മറ്റുള്ളവരെയും ബഹുമാനിക്കുകയും മറ്റുള്ളവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ്
വിജയം കാണുകയുള്ളൂ. അതുകൊണ്ട് ശ്രീ രഞ്ജിത്ത് തിരുത്തും അല്ലെങ്കിൽ രാജിവെക്കും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇതൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ അദ്ദേഹം ചെയ്യുമെന്ന് കരുതുന്നുമില്ല. നമുക്ക് അഭിപ്രായം നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ. ഞാനും അഭിപ്രായം നിങ്ങളെപ്പോലെ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത് തന്നെ. പക്ഷേ രാജിവെക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് മലയാള സിനിമ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ന് ഉറ്റുനോക്കുന്നൊരു സംഭവം. ഈ എപ്പിസോഡ് ശ്രമിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലും കൂടെ നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ടച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സജീവൻ. താങ്ക് യു സോ മച്ച്.